Good morning. Good morning. I love good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. നമ്മുടെ ഓക്കെ ഡേ ആണ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മുടെ ഇന്നലെ എന്താണ് നമ്മൾ പഠിച്ചത്? ഏതായിരുന്നു നമ്മൾ തുടങ്ങിയത്? ഫാർമസി അല്ലെ? ഫാർമസി എന്താണ് നമ്മള് ഓക്കെ ശരി ശരി ശരി. ഫാർമസി ഓക്കെ. നമ്മള് ഫാർമസിയാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത് അല്ലെ? അപ്പൊ ഫാർമസി എന്താണെന്നുള്ളതും ഒരു ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ? പിന്നെ പ്രധാനപ്പെട്ട ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ എന്താ കണ്ടത് അതിനകത്ത്? പറയും എക്യുപ്മെന്റ്സ്. ഓക്കെ, എക്യുപ്മെന്റ്സ് നിങ്ങൾ വായിച്ചോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. ഒരു മിനിറ്റ്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നില്ലേ സ്ക്രീൻ? നമ്മള് ഇന്നലെ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, പിന്നെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ഫാർമസിക്കകത്ത് വേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. നിങ്ങൾ ഡെയിലി വായിച്ചു നോക്കണം. ഞാൻ ചോദിക്കുന്നില്ലാന്ന് കരുതി വായിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് പറയാണ്, പ്രത്യേകത പറയാണ് കേട്ടോ. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. എന്താണ്? സ്റ്റാഫിംഗ് ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ അവരുടെ സ്റ്റാഫിംഗ് പഠിക്കാറുണ്ട് അല്ലെ? എന്നതുപോലെ നമുക്ക് ഫാർമസിക്കകത്തും പഠിക്കാറുണ്ട്. ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇതാണ് സ്റ്റാഫിങ്ങിനകത്ത് പറയുന്നത്. There should be drug and therapeutic committee for the advice and decision making. എന്താണ് പറയുന്നത്? There should be drug and therapeutic committee for the advice and decision maker. Chapter number 15, pharmacy. Okay. അതായത് ഒരു ഫാർമസിയുടെ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല് അവിടെ എന്തുണ്ടായിരിക്കും? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ ചുരുക്കി എന്ത് നമുക്ക് പറയാം? PTC എന്ന് നമുക്ക് പറയാം. എന്താണ് PTC? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് ഒരു ഫാർമസിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. നമ്മൾ ഇന്നലെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും ഒക്കെ പഠിച്ചപ്പോൾ അതിലൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അഥവാ ശുപാർശകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഒരു ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഫങ്ഷൻ ആണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു.
ആ ഒരു കമ്മിറ്റിയെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു ഫാർമസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിനുമായിട്ട് ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാവും. ആ ഒരു കമ്മിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി, TTC എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. അത് ക്ലിയർ ചെയ്ത് വെക്കാം. പിന്നെ അടുത്തത് എന്താണ്, ഈ ഒരു കമ്മിറ്റിക്ക് ഒരു പ്രത്യേകത. എന്താണ് ഈ കമ്മിറ്റി എന്ന് അറിയാമോ? ഈ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ്. അതായത് ഈ പറയുന്ന മരുന്നുകള്, മറ്റുള്ള ഉപകരണങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രോഗിക്ക് നല്ലൊരു പരിചരണം കൊടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ, അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രൊഫഷണൽസിന്റെ ഒരു കമ്മിറ്റിയാണ് ഇതെന്ന് പറയുന്നത്, TTC എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആ കമ്മിറ്റി ചെയ്യുന്നുണ്ട് ഫാർമസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താന്ന് വെച്ചാല് ആ ഒരു കമ്മിറ്റി ഡ്രഗ്സിന്റെ ക്ലിനിക്കൽ യൂസുകൾ അത് മാനേജ് ചെയ്യുന്നത്, അതുപോലെ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ചില എന്താ പറയുക പോളിസീസ്, നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത്, അത് പോളിസിയൊക്കെ ഫോം ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഈ പറയുന്ന കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡ്രഗിന്റെ ഫോർമുലറി തയ്യാറാക്കുക. അപ്പൊ എന്താണ് ഫോർമുലറി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഫോർമുലറി എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ് ദാറ്റ് യൂസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ദിനവും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫോർമുലറി എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് വരുന്നുണ്ട്. അപ്പോ അങ്ങനെ നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുക. പിന്നെ ക്ലിനിക്കൽ യൂസ് ഓഫ് ഡ്രഗ്സുകൾ എങ്ങനെ യൂസ് ചെയ്യണം, അതിന്റെ ഉപയോഗക്രമത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ എന്താണ് നമ്മുടെ ഫാർമസി സംബന്ധമായിട്ടുള്ള നയങ്ങളെല്ലാം രൂപപ്പെടുത്തുക, അത് പ്രോപ്പറായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്, ഈ പറയുന്നൊരു കമ്മിറ്റി. ഈ കമ്മിറ്റിക്കകത്ത് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും, മറ്റു പല ഹെൽത്ത് പ്രൊഫഷണൽസും ഒക്കെ ഈ ഒരു കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഫാർമസിയുടെ ഭാഗമായിട്ട് അവിടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു കമ്മിറ്റിയാണ് ഫാർമസി സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളും തീരുമാനങ്ങളും എല്ലാം തന്നെ എടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന കമ്മിറ്റിക്കകത്ത് ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അത് കൂടാതെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ, ഒരു ഫാർമസിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്, ഒരു ഫാർമസിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓരോ ഹോസ്പിറ്റലിലും വേണ്ട ഫാർമസിസ്റ്റുകളുടെ എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? നമ്പർ ഓഫ് ബെഡ് സ്ട്രെങ്ത്. നമ്പർ അല്ല, ബേസിസ് ഓഫ് ദ ബെഡ് സ്ട്രെങ്ത് കേട്ടോ. ബെഡിന്റെ സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ് എത്ര ഫാർമസിസ്റ്റുകൾ ആ ഒരു ഹോസ്പിറ്റലിൽ വേണമെന്ന് നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അതൊരു പ്രത്യേക ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം. അതായത് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഫോർ എ ഹോസ്പിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് കേട്ടോ. ആ ഒരു ഹോസ്പിറ്റലിലുള്ള ബെഡ് സ്ട്രെങ്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് എത്ര ഫാർമസിസ്റ്റുകൾ അവിടെ വേണമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബെഡ്സ് ഇൻക്രീസ് ആകുമ്പോൾ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് ആൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? ബെഡിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഫാർമസിസ്റ്റുകളുടെ എണ്ണവും എന്ത് ചെയ്യണം, വർദ്ധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാബുലാർ ഫോമാണ് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കാര്യം ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഇന്ന് പഠിച്ച ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഒരു DTC അല്ലെ, ഒരു ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി ഫാർമസിയിൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ ഫാർമസിസ്റ്റുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ബെഡ് സ്ട്രെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ബെഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു അല്ലെ, എത്രത്തോളം ഇൻപേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു നമ്പറാണ് അല്ലെ അതിന്റെ ബെഡ് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒത്തിരി രോഗികൾ പറയുന്ന വാർഡുകളിൽ കിടക്കുന്ന രോഗികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ റൂമിൽ കിടന്നുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന രോഗികളുണ്ട്. ആ ഒരു ബെഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫാർമസിസ്റ്റുകളുടെ എണ്ണം നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ബെഡ് സ്ട്രെങ്ത്, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്. അപ്പൊ നോക്കി, അപ് ടു 50 ബെഡ്സ്, ഏകദേശം ഒരു 50 ബെഡ്സ് വരെയാണെങ്കിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണം,
3 ഫാർമസിസ്റ്റുകൾ വേണം കേട്ടോ. അപ് ടു 50 ബെഡ്സ് ആണെങ്കിൽ 3 ഫാർമസിസ്റ്റ്. അടുത്തത് എന്താണ്? അപ് ടു 100 ബെഡ്സ് അല്ലെ, 100 വരെയാണ് ബെഡ് സ്ട്രെങ്ത് എങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് 5 ഫാർമസിസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ് ടു 100 ബെഡ്സ് ആണെങ്കിൽ 5, up to 200 beds ആണെങ്കിൽ 8, up to 300 beds ആണെങ്കിൽ 10, up to 500 beds ആണെങ്കിൽ 15. ക്ലിയർ ആയോ പറഞ്ഞത്? പഠിച്ചു വെക്കണം കേട്ടോ, ബൈ ഹാർട്ട് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് അതിന് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വരാം. നിങ്ങളോട് ചോദിക്കാണ് 50 വരെ ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റുകൾ ആവശ്യമായിട്ട് വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ആൻസർ 3 ആണ്. ഇത് തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, ഒരു 8 ഫാർമസിസ്റ്റുകൾ ഉള്ള ഹോസ്പിറ്റലിൽ എത്രത്തോളം ബെഡ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എത്രയായിരിക്കണം? 200 ബെഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ആ ഒരു രീതിയിൽ തിരിച്ചു മറിച്ച് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. 50 ആണെങ്കിൽ 3, 100 ആണെങ്കിൽ 5, പിന്നെ 200 ആണെങ്കിൽ 8, 300 ആണെങ്കിൽ 10, ഇനി 500 ആണ് ബെഡ് സ്ട്രെങ്ത് എങ്കിൽ 15 ഫാർമസിസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. ഇവിടെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് പറഞ്ഞത്? ബെഡ് സ്ട്രെങ്തിനെ ബേസ് ചെയ്ത് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ MBA എഴുതി വെച്ചോളൂ, പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലോ ചാർട്ട് ഫോർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റ് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ബെഡ് സ്ട്രെങ്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഫാർമസിസ്റ്റുകളുടെ എണ്ണം പറയുന്നത്. ചില ഹോസ്പിറ്റലിലുള്ള ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റിനെ സംബന്ധിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളത് പഠിച്ച് വെക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് ബൈ ഹാർട്ട് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് ആരായിരിക്കും? ഡയറക്ടർ ആയിരിക്കും. ആരായിരിക്കും? ഡയറക്ടർ ആയിരിക്കും. ഡയറക്ടർ ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ് അല്ലെ. അദ്ദേഹമാണ് ഇത് ആ പറയുന്ന മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഒരു ഫിസിഷ്യൻ ആണ് കേട്ടോ. ഒരു ഫിസിഷ്യൻ തന്നെയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? പ്രൊവൈഡ്സ് ദ ഗൈഡൻസ് ആൻഡ് ലീഡർഷിപ്പ് ഓഫ് ദ യൂസ് ഓഫ് മെഡിസിൻസ് അല്ലെ. ഈ പറയുന്ന മെഡിസിൻസുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഒക്കെ നൽകുന്നത് ഈ പറയുന്ന ഡയറക്ടർ ആയിരിക്കും. അദ്ദേഹം ഒരു ഫിസിഷ്യൻ തന്നെയാണ് കേട്ടോ, ഒരു ഡോക്ടർ തന്നെയായിരിക്കും. അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കേട്ടോ. ആരാണ്? ഡയറക്ടർ. ഡയറക്ടർ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, മെഡിക്കൽ ഡയറക്ടർ. ഓക്കെ, അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ആളാണ് ആര്? സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ്. അദ്ദേഹത്തിന് തന്നെയാണ് നമ്മൾ എന്തും പറയാം, സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. ഏറ്റവും ടോപ്പില് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ വരുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഒരു സീനിയർ ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആയിരിക്കണം. ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി. അതായത് മുഴുവൻ ഫാർമസിയെയും കൈകാര്യം ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റ്. ഓക്കെ, ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. അദ്ദേഹത്തിന് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ? MPharm ആണ് കേട്ടോ. MPharm അതായത് മാസ്റ്റർ ഓഫ് ഫാർമസിയാണ്. ഫാർമസിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കേട്ടോ. നമ്മള് B.Pharm, D.Pharm, M.Pharm എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? B.Pharm എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ് ഫാർമസിക്കകത്തുള്ളത്. M.Pharm എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് ഫാർമസി ആണ് കേട്ടോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫാർമസി. ഇനി D.Pharm എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസിയാണ് കേട്ടോ, ഡിപ്ലോമ കോഴ്സ്. ഇനി നിങ്ങൾ വേറൊരു സാധനം കേട്ടിട്ടുണ്ടായിരിക്കും, PharmD എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ചിന്തിക്കും D.Pharm-ഉം PharmD ഒന്നാണ്. ഒന്നല്ലാണ്ട് വ്യത്യാസമുണ്ട്. ഡി ഒരെണ്ണം മുന്നിലും ഒരെണ്ണം പുറകിലാണെന്ന് വിചാരിച്ച് ഒന്നാണെന്നൊന്നും വിചാരിക്കരുത്. D.Pharm എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസി ആണ് കേട്ടോ. PharmD എന്ന് പറഞ്ഞാല് ഡോക്ടർ ഓഫ് ഫാർമസി ആണ്, റിസർച്ച് ആണ്, ഡോക്ടറേറ്റ് ഉള്ള ആളുകളെയാണ് PharmD എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻസിൽ തരും. M.Pharm ആണോ, B.Pharm ആണോ, D.Pharm ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് M.Pharm ആണ് കേട്ടോ. കാര്യം എന്താണ്? അദ്ദേഹം ഒരു ചീഫ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ്, സീനിയർ ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി. ഒരു മൊത്തം ഫാർമസിയുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അത്യാവശ്യം ഹയർ ആയിരിക്കും കേട്ടോ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് M.Pharm. ഇനി അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് 4 ഫാർമസിസ്റ്റുകളാണ്. 4 ഫാർമസിസ്റ്റ് അല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് 4 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ആര് വരുന്നുണ്ട്? ഫാർമസിസ്റ്റുകളാണ് വരുന്നത്. പക്ഷെ ഓരോ ഫാർമസിസ്റ്റുകളും ചെയ്യുന്ന ജോലി എന്താണ്? അത് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഓരോരുത്തരുടെയും ഡ്യൂട്ടി ഈ പറയുന്ന പോലെ ഡിഫറെന്റ് ആണ്. ഓരോന്നും നമുക്ക് ഏതാണെന്ന് നോക്കാം.
സംശയം ഉണ്ടോ? ഫാത്തിമ കറക്റ്റ് ആണ് കേട്ടോ, മാസ്റ്റർ ഓഫ് ഫാർമസി ആൻഡ് ഫാർമ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആകുന്നില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് ഫാർമസിസ്റ്റുകൾ ഉണ്ട്, പക്ഷെ അവരെല്ലാം ചെയ്യുന്ന ജോലി വ്യത്യാസമാണ്. ആദ്യത്തെ ആളാരാണ്? ഫാർമസിസ്റ്റ്. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത്? ബി ഫാം ആണ് കേട്ടോ. ഏതാണ്? ബാച്ചുലർ ഓഫ് ഫാർമസി അഥവാ ബി ഫാം ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് ബി ഫാം ആണ്. ഇനി രണ്ടാമത്തത് ഫാർമസിസ്റ്റിൻ മെഡിക്കൽ സ്റ്റോർ അല്ലെ. മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മെഡിസിൻസ് അല്ലെ, സ്റ്റോക്ക് ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ആ ഒരു മെഡിക്കൽ സ്റ്റോറിനെ ഹാൻഡിൽ ചെയ്യുന്ന, അത് മാനേജ് ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ പൊതുവെ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ടു ഫാർമസിസ്റ്റ്, രണ്ട് ഫാർമസിസ്റ്റുകളാണ് പറയുന്നത്. അവരുടെ യോഗ്യത ബി ഫാം ഓർ ഡി ഫാം ആണ് കേട്ടോ. അവരെന്താ ചെയ്യുന്നത്? ഡിസ്പെൻസിങ് ആണ് ചെയ്യുന്നത് അല്ലെ, വിതരണമാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റുകളാണ്. അത് രണ്ട് പേര് വേണം കേട്ടോ, ടു ഫാർമസിസ്റ്റുകൾ വേണം. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് ബി ഫാം ഓർ ഡി ഫാം ആയിരിക്കും. ഇനി ലാസ്റ്റ് എന്താണ് പറയുന്നത്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് അഥവാ എം ഫാം ഉള്ളവരാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ക്വാളിറ്റി കൺട്രോൾ അല്ലെ, മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി. അതൊരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആണ്. നമ്മൾ ഒരു സ്റ്റോറിൽ ഈ പറയുന്ന സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു മരുന്ന് വിതരണം ചെയ്യുന്ന പോലെയുള്ള ഒരു ജോലിയല്ല, അത് കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള ഒരു ജോലിയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ കുറച്ച് ഉയർന്നതായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അവരുടെ യോഗ്യത എന്താണ്? എം ഫാം ആണ് കേട്ടോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസി ആണ്. നിങ്ങൾ മനസ്സിലായല്ലോ? ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയാണ് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അഥവാ അവരെ തന്നെയാണ് നമ്മൾ ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യോഗ്യത എം ഫാം ആണ്. ഓക്കെ, എം ഫാം ആണ്. അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് നിരവധി ഫാർമസിസ്റ്റുകൾ വരുന്നുണ്ട്, പക്ഷെ അവരുടെ എല്ലാവരുടെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് വ്യത്യാസമാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫാർമസിസ്റ്റിന്റെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്ന ഫാർമസിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ബി ഫാം ആണ്, ബാച്ചുലർ ഓഫ് ഫാർമസി ആണ്. രണ്ടാമത്തത് മെഡിക്കൽ സ്റ്റോറിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അത് അവരുടെ യോഗ്യത ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റുകളാണ്. ഇത് രണ്ട് പേരാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. അവരുടെ ക്വാളിഫിക്കേഷനും എന്ത് തന്നെയാണ്? ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്വാളിറ്റി കൺട്രോൾ ചെയ്ത ഫാർമസിസ്റ്റ് ആണ്. അവരുടെ ക്വാളിഫിക്കേഷൻ എം ഫാം ആണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് കൈമാറുന്നില്ല. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ എം ഫാം യോഗ്യത ഉള്ളവർ രണ്ട് പേരുള്ളൂ കേട്ടോ. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ്, അദ്ദേഹത്തിന് എം ഫാം ആണ്. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഫാർമസിസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ ക്വാളിഫിക്കേഷനും എം ഫാം ആണ് കേട്ടോ. സെയിം ആണ് ശ്രീലക്ഷ്മി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫാർമസി ആണ് എം ഫാം, മാസ്റ്റർ ഓഫ് ഫാർമസി, ഇതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഓർക്കാൻ നിങ്ങൾക്ക് മാറിപ്പോകില്ല. കാര്യം എന്താണ്? രണ്ട് ഫാമുകാരെ വരുന്നുള്ളൂ, ഒന്ന് ചീഫ് ഫാർമസിസ്റ്റും പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഫാർമസിസ്റ്റും. പിന്നെ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, കാര്യം ഒരു ക്വാളിറ്റി കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് ഒരു മരുന്നിന്റെ ഗുണനിലവാരം പരിശോധിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ടാസ്ക് അല്ലേ, കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള യോഗ്യതയുള്ള ആളായിരിക്കണം. എം ഫാം ആണ്. അതേസമയം നമ്മൾ ഡിസ്പെൻസിങ്ങോ ഡിസ്ട്രിബ്യൂഷനോ മെഡിക്കൽ സ്റ്റോർ കീപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ബി ഫാം അല്ലെങ്കിൽ ഒരു ഡി ഫാം യോഗ്യതയുടെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മേ ബി എല്ലാവർക്കും അല്ല, ചിലവർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം. ഇവിടെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഡിസ്പെൻസിങ് എന്ന് പറയുന്നത്, ഈ ഡിസ്പെൻസിങ് എന്ന് പറഞ്ഞാലും വിതരണം എന്നാണ് അർത്ഥം, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും വിതരണം എന്നാണ് അർത്ഥം. അപ്പൊ അത് രണ്ടും ഒന്നല്ലേ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം, അങ്ങനെ തോന്നണ്ട. കാര്യം ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ദ ഡ്രഗ് ടു ദ എൻറ്റയർ ഹോസ്പിറ്റലാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഫെസിലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു മുഴുവൻ ഹോസ്പിറ്റലിന് മരുന്ന് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പെൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെലിവറി ഓഫ് ദ ഡ്രഗ്സ് ടു ഈച്ച് പേഷ്യന്റ് കേട്ടോ. ഓരോ പേഷ്യന്റിനായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കില്ലേ, അതാണ് ഇവിടെ ഡിസ്പെൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. രണ്ടും കേൾക്കുമ്പോൾ ഒരേ അർത്ഥമാണ്, വിതരണമാണ്, അപ്പൊ അത് രണ്ടും സെയിം അല്ലേ എന്ന് തോന്നാം. അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, മനസ്സിലായില്ല? ഈ ഡിസ്പെൻസിങ് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ, ഫാർമസി പോകുമ്പോൾ നമ്മളവിടെ ഓരോ പേഷ്യൻസിനായിട്ട് അവർ മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഫാർമസിസ്റ്റുകളാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓരോരുത്തരുടെ പേര് തന്നിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചാൽ മാറിപ്പോകും. ക്ലിയർ ആണല്ലോ?
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. നേരത്തെ നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നതാണ് DTC അല്ലെ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതിനെ കുറിച്ചാണ്, അതെന്താണെന്നല്ല പറയുന്നത്, അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ആൾ ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. അദ്ദേഹം ആരാണ്? ഈ പറഞ്ഞ DTC കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. ചോദിക്കാം കേട്ടോ, DTC കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഹു ഈസ് ദ ചെയർമാൻ ഓഫ് DTC അല്ലെങ്കിൽ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി എന്ന് ചോദിച്ചത് ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് കേട്ടോ. ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. പിന്നെന്താണ്? ഓൾ HODs അവരെന്തായിരിക്കും? മെമ്പർ ആയിരിക്കും ഈ ഒരു കമ്മിറ്റിക്കകത്ത്. ഓൾ HOD എന്താണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. അപ്പോൾ ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ ഹെഡുകൾ ഉണ്ടായിരിക്കും. ആ ഓരോ ഹെഡുകളും ഇതിൽ അംഗമായിരിക്കും, ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗമായിരിക്കും. ഓക്കെ. പിന്നെ അടുത്തത് ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പോലെ തന്നെ ആരുണ്ടായിരിക്കും? നഴ്സുമാരുണ്ടായിരിക്കും. അവർക്കൊരു ഹെഡ് ഉണ്ടായിരിക്കും. അവരെ നമ്മൾ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ട് എന്നാണ് പറയാ അല്ലെ. അവരും ഈ പറയുന്ന കമ്മിറ്റിക്കകത്ത് ഒരു മെമ്പർ ആയിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? ചീഫ് ഫാർമസിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ ഫ്ലോ ചാർട്ടിനകത്ത് MPharm യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് ആര്? ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ. അദ്ദേഹമാണ് എൻറ്റയർ ഫാർമസിയുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. അദ്ദേഹം ഈ കമ്മിറ്റിയുടെ ആരാണെന്ന് അറിയാമോ? മെമ്പർ സെക്രട്ടറിയാണ്. ആരാണ്? കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഈ മെമ്പർ സാധാരണ ചോദിക്കാൻ സാധ്യതയില്ല. ഇതിന് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും: ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ആരായിരിക്കും? മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: ഹു ഈസ് ദ സെക്രട്ടറി ഓഫ് ദ DTC എന്ന് ചോദിച്ചാൽ ആര് പറയണം? അത് വന്നിട്ട് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ അവ പരസ്പരം മാറിപ്പോകുന്നത് കേട്ടോ. ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ സൂപ്രണ്ടും കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് അവിടുത്തെ ചീഫ് ഫാർമസിസ്റ്റുകളും ആയിരിക്കും. മനസ്സിലായി? അപ്പൊ അതൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം പോലും നമുക്ക് കളയാനില്ല. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അത് ഫോക്കസ് ചെയ്യണേ പഠിക്കുന്ന സമയത്ത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ്. ആരുടെ ഫങ്ഷൻസ് ആണെന്ന് അറിയാമോ? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ നമ്മൾ പഠിച്ചത് ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇതല്ല, DTCയുടെ ഫങ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ പോയിന്റും ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? DTC ഞാൻ ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ നീട്ടിവരിച്ച് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ടു പ്രിപ്പയർ ഓഫ് ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഫോർമാലിറ്റി എന്നാണ് കേട്ടോ എഴുതി വെച്ചിരുന്നത്. വിട്ടനെ ഫോർമുലറി എന്നാക്കണം കേട്ടോ. FORMULARY ഫോർമുലറി. ഓക്കെ, ഇങ്ങനെ തിരുത്തണം കേട്ടോ. ടു പ്രിപ്പയർ ഓഫ് ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ വീണ്ടും പറയാണ്, ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഒരു ഫാർമസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡ്രഗ് ഫോർമുലറി? ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് ആണ് കേട്ടോ. എന്താണ്? ലിസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് ദാറ്റ് ഈസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹോസ്പിറ്റലിൽ ദിനവും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഒരു ലിസ്റ്റാണ്. ഓക്കെ, എന്തെല്ലാം മരുന്നുകൾ ആ ഒരു ഹോസ്പിറ്റലിനകത്ത് ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാണ്, ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് കേട്ടോ, ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ദാറ്റ് ആർ കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് യൂസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിന് ദിനവും ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് പറയുന്നത് ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന DTC ആണ്. അതായത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അവരുടെ ഫംഗ്ഷൻ ആണ് അത് ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഫോർമാലിറ്റി അല്ല, ഫോർമുലറി. അതായത് ഡ്രഗ് ഫോർമുലറി ഹോസ്പിറ്റലിൽ തയ്യാറാക്കുന്നത് ഈ പറയുന്ന DTC ആണ് കേട്ടോ, ഈ ഒരു കമ്മിറ്റിയാണ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് ഓരോ പോയിന്റിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ലിസ്റ്റ് തയ്യാറാക്കാം അല്ലെ. ഡ്രഗിന്റെ ലിസ്റ്റ് ആണ് ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി. ഓക്കെ, ഇങ്ങനെ ഡ്രഗ്സ് ഒക്കെ വേണമെന്ന് ലിസ്റ്റ് തയ്യാറാക്കി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ ലിസ്റ്റ് പ്രകാരമുള്ള ഡ്രഗ്സ് ഒന്നില്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യണം അല്ലെ, ഒന്നില്ലെങ്കിൽ അത് നിർമ്മിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് മറ്റേതെങ്കിലും സപ്ലൈസിൽ നിന്നത് നമ്മള് വാങ്ങണം അല്ലെ. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ടു സെലക്ട് ഓഫ് ദ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല്
ഈ മരുന്ന് ഒന്നില്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ അതോടൊപ്പം തന്നെ എന്താണ് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് അല്ലെ, സംഭരണ രീതി, ഇവയെല്ലാം തന്നെ തിരഞ്ഞെടുക്കുക. മനസ്സിലായത്? അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അതായത് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയത് നമ്മൾ ഡ്രഗ് ഫോർമുലറിയിൽ പറയും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ, ഈ ലിസ്റ്റിൽ പ്രകാരമുള്ള ഡ്രഗ്സ് ഒന്നില്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സപ്ലൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അതാണ് അടുത്ത പോയിന്റ്. ഈ പറയുന്ന വിതരണക്കാരെയും നിർമ്മാതാക്കളെയും അതുപോലെ അതെങ്ങനെ സംഭരണ രീതിയും നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കണം. അത് ഈ പറയുന്ന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് കേട്ടോ. ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിവിഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. അങ്ങനെ നമ്മൾ മരുന്നൊക്കെ ഒന്നില്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് നിന്ന് പഴയ മരുന്നുകളെല്ലാം ഒഴിവാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പുതിയ മരുന്നുകൾ അതിനകത്തേക്ക് ചേർക്കണം, അല്ലെ? അതല്ലേ വേണ്ടത്? അപ്പൊ അങ്ങനെ ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ് ആൻഡ് ഡിവിഷൻ ഓഫ് ദ ഓൾഡ് ഡ്രഗ്സ്. പഴയ മരുന്നുകളെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ മരുന്നുകൾ ചേർക്കുക. അടുത്തത് എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ ചേർത്തു, എല്ലാം സെറ്റായി റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് അത് വിതരണം ചെയ്യാം. അതാണ് അടുത്ത പോയിന്റ്. ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD, അല്ലെ? OPD, അതായത് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഫാർമസിയിലോട്ട് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്രഗുകൾ എല്ലാം തന്നെ എന്ത് ചെയ്ത് വെക്കാം? സെലക്ട് ചെയ്യണം. അത്തരം ഡ്രഗ്സുകൾ അത് റെഡിയാക്കി വെക്കാം. ഓക്കെ, ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD. എന്നിട്ട് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള മരുന്നുകളെല്ലാം തന്നെ അവിടെ കീപ്പ് ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. ഈ പോയിന്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതായത് ഫാർമസി സംബന്ധമായിട്ടുള്ള, ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള, ഫാർമസി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതായത് ഫാർമസി സംബന്ധമായിട്ടുള്ള നയങ്ങളെല്ലാം തന്നെ രൂപപ്പെടുത്തുക, അല്ലെ? ഫോം ചെയ്യുക. അത് വെറുതെ അങ്ങനെ രൂപപ്പെടുത്തിയാൽ മാത്രം മതിയോ? ഇല്ല, അത് കൃത്യമായിട്ട് എന്തും കൂടെ ചെയ്യണം, വിലയിരുത്തണം, അല്ലെ? മോണിറ്റർ ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്നത് ഈ പറയുന്ന DTC ആണ് കേട്ടോ, ഈ കമ്മിറ്റിയാണ്. സോ പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്, അല്ലെ? ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. അങ്ങനെ രൂപപ്പെടുത്തിയാൽ മാത്രമല്ല, അത് കൃത്യമായിട്ട് വിലയിരുത്തേം വേണം. നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? ഒബ്ജക്റ്റീവില് പറഞ്ഞിരുന്നു, ഇവർ നിർദ്ദേശിക്കുന്ന ശുപാർശകള് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്തം ഫാർമസിക്കുന്നുണ്ട്, അല്ലെ? അവർക്ക് വേണ്ട നയങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ് കേട്ടോ. പിന്നെ എന്താണ്? ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ദ ഫാർമസി, അല്ലെ? ഒരു ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ്, അല്ലെ? അവർക്ക് വേണ്ട ഈ പറയുന്ന മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യം വരും? സാമ്പത്തികമായിട്ടുള്ള, അല്ലെ? പൈസ ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ബഡ്ജറ്റുകൾ, ഒരു ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് എന്താണോ അത് ഡിമാൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മിറ്റി ആയിരിക്കും കേട്ടോ. ഇത്രയും ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കാനും പർച്ചേസ് ചെയ്യാനും വേണ്ട അവർക്കൊരു എമൗണ്ട് വേണം, അല്ലെ? ആ ഒരു ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മിറ്റി ആയിരിക്കും. പിന്നെന്താണ്? ടു ഡെവലപ്പ് ദ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? ടു ഡെവലപ്പ് ദ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് മരുന്നുകളുടെ എന്താണ് വിവര സംവിധാനങ്ങളെല്ലാം തന്നെ വികസിപ്പിക്കുക. അതായത് മരുന്നിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരണ സംവിധാനങ്ങളും വികസിപ്പിക്കുക. അപ്പൊ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളാവാം. ഒരു മരുന്നിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാല് ആ ഒരു മരുന്നിന്റെ ക്വാണ്ടിറ്റി ആവാം, ക്വാളിറ്റി ആവാം, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ആവാം, അല്ലെ? വിലയാവാം. പിന്നെ അതിന്റെ ഡ്രഗ് റിയാക്ഷൻസ് ആവാം. ആ ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ ഏത് തരത്തിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള മരുന്നിന്റെ എന്താ പറയുക വിവര സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക. പിന്നെന്താണ്? ടു ചെക്ക് ഓഫ് ദ ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി, അല്ലെ? ഫാർമസി റെക്കോർഡ്സുകൾ അതുപോലെ തന്നെ മരുന്നുകളുടെ ഗുണനിലവാര രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. പിന്നെന്താണ്? അങ്ങനെ പരിശോധിക്കുന്നതിലൂടെ ടു മെയിൻറ്റെയിൻ ഓഫ് ദ ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അത്തരത്തിൽ ഇങ്ങനെ പരിശോധന നടത്തുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു മരുന്നുകളുടെ ഗുണനിലവാരം, അല്ലെ? ഗുണനിലവാരം ഒക്കെ നമുക്ക് നിയന്ത്രിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, നിയന്ത്രിച്ച് നിലനിർത്താനായിട്ട് സാധിക്കും. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ടു ഡിസ്പോസ് ഓഫ് ദ എക്സ്പയറി ഡ്രഗ്സ്, അല്ലെ? എക്സ്പയർഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ട മരുന്നുകളെ എല്ലാം തന്നെ എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക. ഈ പറഞ്ഞ ഫംഗ്ഷൻസ് ആരുടേതാണ്? ഈ പറയുന്ന DTC, അല്ലെ? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ് ആണ്. എന്തൊക്കെ പോയിന്റ്സുകളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്? പരസ്പരം കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുക. ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ, ദാറ്റ് അപ്രൂവ്ഡ് ബൈ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ദിനവും ഉപയോഗിക്കാനായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആ ഒരു ഡ്രഗ്സുകളുടെ ഒരു ലിസ്റ്റ് ആണ്. ഓക്കെ, മരുന്നുകളുടെ ലിസ്റ്റിനെയാണ് നമ്മൾ ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്.
പറയുന്നത്. ആ ഒരു ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത് ഈ പറയുന്ന DTC കേട്ടോ, DT കമ്മിറ്റിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കിയില്ല, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ തയ്യാറാക്കിയ പ്രകാരമുള്ള മരുന്നുകൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അത് മാനുഫാക്ചർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം. അതാണ് സെക്കൻഡ് പോയിന്റ്. ടു സെലക്ട് ഓഫ് ദ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ, അതുപോലെ തന്നെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, അത് സംഭരണ രീതിയും അവര് തെരഞ്ഞെടുത്ത് വെക്കണം. ഇനിയാണ് നമ്മൾ തെരഞ്ഞെടുക്കും. ഇനി നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യണം, പഴയ മരുന്നുകൾ നീക്കം ചെയ്ത് പുതിയ മരുന്നുകളെ ചേർക്കണം. അതാണ് അടുത്ത പോയിന്റ്. ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ് ആൻഡ് ഡിവിഷൻ ഓഫ് ദ ഓൾഡ് ഡ്രഗ്സ്. അതെല്ലാം നമ്മൾ ചെയ്ത് നല്ല സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഡ്രഗ് ഈ പറയുന്ന ഫാർമസിയിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലെ. അതാണ് അടുത്ത പോയിന്റ്. ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD അല്ലെ, OPDയിലേക്കുള്ള ഡ്രഗ്സുകൾ, സപ്ലൈ ചെയ്ത ഡ്രഗ്സുകൾ കീപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഫാർമസി സംബന്ധമായിട്ടുള്ള നയങ്ങൾ കൃത്യമായിട്ട് രൂപീകരിക്കുക, അതിനെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുക, വിലയിരുത്തുക. പിന്നെ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ മരുന്നുകളുടെ വിവര സംവിധാനം ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഫാർമസി രേഖകളും ഗുണനിലവാര റെക്കോർഡുകളും എല്ലാം തന്നെ പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പരിശോധിക്കുന്നതിന്റെ ഗുണം എന്താണ്, ടു മെയിൻറ്റെയിൻ ഓഫ് ദ ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അല്ലെ. മരുന്നുകളുടെ നിലവാരം, അതുപോലെ ഗുണനിലവാര നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ് അല്ലെ, കാലഹരണപ്പെട്ട മരുന്നുകളെല്ലാം തന്നെ നീക്കം ചെയ്യുക. ഇതെല്ലാം തന്നെ DTCയുടെ ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? ഞാനിത് കുറെ കൂടെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ഇതിന് ചോദ്യങ്ങൾ വരും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ട് നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, ഓക്കെ, ശരി ശരി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ ഫോർമുലറി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫോർമുലറി, അത് തന്നെ. എന്തായിരിക്കും ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാല്? നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, ലിസ്റ്റ് ഓഫ് ദ മെഡിസിൻസ് ആണ് കേട്ടോ. ലിസ്റ്റ് ഓഫ് ദ മെഡിസിൻസ് ആണ്, ഓർ റിലേറ്റഡ് പ്രോഡക്റ്റ് ആണ്, ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസ്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ദിനവും ലഭ്യമാക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻസ്, മരുന്നുകളുടെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ് ദാറ്റ് യൂസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന് ദിനവും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത്. മനസ്സിലാക്കും? ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകളാണ് പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിന് അതിനനുസരിച്ചുള്ള മരുന്നുകളായിരിക്കും വേണ്ടത്. അപ്പൊ ഒരു ലിസ്റ്റ് ഓഫ് മരുന്നുകൾ ആ ഒരു ഫാർമസിക്കകത്ത് എനിക്ക് ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു മരുന്നുകൾ ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ഫോർമുലറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഓരോ പോയിന്റ് വായിക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, നോ ഹോസ്പിറ്റൽ ഫാർമസി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്സ് എവരി മെഡിക്കേഷൻ that is concerned, doctor may want to prescribe for their patients who are hospitalized. എന്നോട് വായിക്കാണ്. No hospital pharmacy can perhaps stock every medication that is concerned, doctor may want to prescribe for their patients who are hospitalized. അതായത് നോ ഹോസ്പിറ്റൽ ഫാർമസി, അതൊരു നെഗറ്റീവ് മീനിങ്ങിനാണ് ഈ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരു ഡോക്ടർക്ക് ഒരു രോഗിക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒരു ഫാർമസിക്കും സാധിക്കില്ല. മനസ്സിലായോ? ഒരു ഡോക്ടർ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇന്ന മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ആ എല്ലാ മരുന്നുകളും ലഭ്യമാക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല? ഫാർമസിക്ക് സാധിക്കില്ല. അതൊരു ട്രൂത്ത് ആണ് ശരിക്കും കേട്ടോ, ഒരു ഫാക്റ്റ് ആണ് പറയുന്നത്. ആ ഒരു പോയിന്റ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യന്റിന് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഫാർമസിക്ക് സാധിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത്? ഡ്രഗ് ആൻഡ് ദ തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ദ മെഡിക്കേഷൻ that a hospital pharmacy stocks along with the information about each medication. നമ്മൾ പറഞ്ഞല്ലോ DTC എന്ന് പറയുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു ഹോസ്പിറ്റൽ ഫാർമസി സ്റ്റോക്ക് ചെയ്യുന്ന, അവര് സ്റ്റോക്ക് ചെയ്യുന്ന ഓരോ മരുന്നുകളുടെയും വിശദ വിവരങ്ങള് പ്രകാരം തന്നെ എന്താണ് ആ ഒരു ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ടായിരിക്കും? ഈ പറയുന്ന കമ്മിറ്റിയുടെ കയ്യിലുണ്ടായിരിക്കും. മനസ്സിലായില്ല അല്ലെ?
അതായത് നമ്മൾക്ക് ഓരോ മരുന്നുകളുടെയും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ സഹിതം ആ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എല്ലാ മരുന്നുകളുടെയും ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ടായിരിക്കും, ആരുടെ പക്കലുണ്ടായിരിക്കും? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പക്കല് ഉണ്ടായിരിക്കും. മീൻസ് അവരുടെ കയ്യിലാണ് ഉണ്ടായിരിക്കുക. ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, വെറും ആ ലിസ്റ്റ് മാത്രമല്ല, ഓരോ മരുന്നിന്റെയും വിവരങ്ങൾ അടക്കം അവരുടെ കയ്യിലുണ്ടായിരിക്കും കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. The committee that collects the information about the hospital formulary meets regularly to make the changes as necessary. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഒരു കമ്മിറ്റി ഹോസ്പിറ്റൽ ഫോർമുലറി സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആവശ്യമനുസരണം ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി റെഗുലർലി അവർ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും, അതായത് യോഗങ്ങൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓരോ ഡെയിലി അവർ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകളുടെ കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന കമ്മിറ്റി ഉണ്ടല്ലോ, DTC കമ്മിറ്റി, ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഫോർമുലറിയിൽ നിന്നും വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് ആവശ്യാനുസരണ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി അവര് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യും, ഡെയിലി യോഗങ്ങൾ ചെയ്യും. എന്നിട്ട് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്തൊക്കെ ഡ്രഗുകളൊക്കെയാണ്, എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ, എന്തെങ്കിലും ആൾട്രേഷൻസ് അതിനകത്ത് വരുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ആ യോഗത്തിൽ ഡിസ്കസ് ചെയ്യും. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അത്രയും കൂടാ. ഇനി നമ്മള് ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ട 2 പോയിന്റുകളാണ് തേർഡും ഫോർത്തും കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക. ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് which medications the hospital has available to treat a given symptom or a condition. ഈ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയുടെ ബെനിഫിറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ. അതിന്റെ ഒരു പ്രാധാന്യമാണ് പറയുന്നത്. ഈ പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സിന് ഒരു പേഷ്യന്റിന് ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംറ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഫോർമുലറിയാണ്. ആ ഒരു ഫോർമുലറി നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ഇന്ന രോഗത്തിന് ഇന്ന മരുന്നാണ് ആ ഒരു എന്താ പറയുക പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതാണ് ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി to find out the which medications the hospital has available to treat a given symptom or condition. എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രോഗിക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നിർദ്ദേശിക്കാനായിട്ട് ലഭ്യമായിട്ടുള്ള മരുന്ന് ആ ഹോസ്പിറ്റലിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നത് ഹോസ്പിറ്റൽ ഫോർമുലറിയാണ്. അത് മാത്രമല്ല, അങ്ങനെ മാത്രമല്ല ഡോക്ടറിനെ സഹായിക്കുന്നത്, വേറൊരു തരത്തിലും കൂടെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? They also check it to ensure that they do not prescribe the medications that can cause the perilous interactions with the other medications. പെരിലസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡേഞ്ചറസ് എന്നാണ് കേട്ടോ, അപകടകരമായിട്ട്. അതായത് മറ്റ് പല മരുന്നുകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ എന്താ പറയാ അപകടം ഉണ്ടാക്കാവുന്ന മരുന്നുകൾ ഒന്നും തന്നെ പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന ഹോസ്പിറ്റൽ ഫോർമുലറി സഹായിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഏത് തരത്തിലാണ് ഹോസ്പിറ്റൽ ഫോർമുലറി ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് തരത്തിലാണ്? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി ഏതെങ്കിലും ഒരു രോഗാവസ്ഥയായിട്ട് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ഫോർമുലറിയാണ്. അത് മാത്രമല്ല, ചില മരുന്നുകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അപകടം ഉണ്ടായേക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാതിരിക്കാനും ഡോക്ടറിനെ സഹായിക്കുന്നത് ഈ പറയുന്ന ഫോർമുലറിയാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഐശ്വര്യക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്? ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ല അല്ലെ? ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് യൂസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. മനസ്സിലായല്ലോ? ഒരു ഹോസ്പിറ്റലില് ദിനവും ഉപയോഗിക്കേണ്ടി വരുന്ന ആ മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത്. ഓക്കെ. ആ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഒരു ഡോക്ടറിനെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യന്റിന് ഒരു രോഗമായിട്ട് അവരുടെ മുന്നിൽ വന്നാൽ ഏത് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള മരുന്നുകൾ ലഭ്യമാണോ എന്നറിയുന്നതിന് ഫോർമുലറി സഹായിക്കും.
മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു ഡോക്ടർ എന്താ പറയുക, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു അസുഖം വന്നു, ഞാനൊരു അസുഖമായിട്ട് പനിയായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യാണ്? ഈ പനിക്ക് ഇന്നൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണം. ആ മരുന്ന് ആ ഫാർമസിയിൽ ലഭ്യമാണോ എന്ന് അറിയണ്ടേ? ലഭ്യമാണോ എന്ന് അറിയണ്ടേ? ഇപ്പൊ എനിക്ക് ഒരു പാരസെറ്റമോള് ഞാനൊരു എക്സാമ്പിൾ പറയട്ടോ. പാരസെറ്റമോള് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള മരുന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. എനിക്കൊരു പനി വന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാനാണ്. അപ്പൊ ഡോക്ടർ എനിക്ക് നിർദ്ദേശിക്കുന്നത് പാരസെറ്റമോൾ എനിക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ ഡോളോ കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ സിട്രിസൻ പോലുള്ള ഒരു മരുന്ന്, ജലദോഷമൊക്കെ ഉണ്ട്, എനിക്ക് തുമ്മലൊക്കെ ഉണ്ട്, അതിന് സിട്രിസൻ എന്ന് പറഞ്ഞൊരു മരുന്ന് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാണ്. പക്ഷെ ആ രണ്ട് മരുന്നുകളും ആ ഫാർമസിയിൽ ലഭ്യമാണോ എന്ന് അറിയണ്ടേ? ഈ പറയുന്ന സിട്രിസൻ എടുത്തു, ഡോളോ എടുത്തു, ചിലപ്പോൾ ഈ രണ്ട് മരുന്നുകൾ ആ ഫാർമസിക്കകത്ത് ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത്തരത്തില് ഒരു രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ ആ ഹോസ്പിറ്റലിൽ ലഭ്യമാണോ എന്നറിയാനായിട്ട് സഹായിക്കുന്നത് ഹോസ്പിറ്റൽ ഫോർമുലറിയാണ്. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ ഡോക്ടറെ സഹായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു രീതിയിലും ഡോക്ടറെ സഹായിക്കുന്നുണ്ട്. അതായത് ചില മരുന്നുകൾ നമ്മൾ ഒരു രോഗിക്ക് ഒരു മരുന്ന് മാത്രമാവില്ല, അല്ലെ, ചിലപ്പോൾ 2 or 3 മരുന്നുകളൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് അവർ കഴിക്കുന്നുണ്ടാവും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ ചില മരുന്നുകൾ ശരീരത്തിൽ ചെന്നാൽ പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ട് ചില എന്താ പറയുക വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാക്കും. അങ്ങനെ വരാനും പാടില്ല. മനസ്സിലായോ? അത്തരത്തില് എന്താണ് അപകടകരമാവുന്ന ഇടപെടലുകളൊന്നും ഉണ്ടാവാത്ത മരുന്നുകള് പ്രിസ്ക്രൈബ് ചെയ്യാനും ആരെ സഹായിക്കുന്നുണ്ട്? ഡോക്ടറിനെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? ഞാൻ പറയുന്നതിന്റെ ആണോ മനസ്സിലാവട്ടെ? ഇങ്ങോട്ട് വായിക്കാം. അതായത് ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട്. പെരിലസ് എന്ന് പറഞ്ഞാൽ അപകടം കേട്ടോ, അപകടമാണ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങള്. ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് which medications the hospital has available to treat a given symptom or a condition. They also check it to ensure that they do not prescribe the medications that can cause the perilous interactions with the other medications. അതായത് രോഗിയുടെ ശരീരത്തില് മറ്റു മരുന്നുകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അപകടം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവും, അല്ലെ? അത്തരം മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഫോർമുലറി ആരെ സഹായിക്കുന്നുണ്ട്? ഡോക്ടറിനെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്ത പോയിന്റ്. ദ കമ്മിറ്റി സെലക്ട് മെഡിക്കേഷൻസ് based on their effectiveness, their cost and the need for them at each particular hospital. അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് ഒരു കമ്മിറ്റി, ഈ പറയുന്ന DTC അല്ലെ, ഈ ഒരു കമ്മിറ്റി ഓരോ ഡ്രഗ്സിനും സെലക്ട് ചെയ്യുന്നത്, ഓക്കെ, ഓരോ ഡ്രഗ്സിനും അവർ സെലക്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങള്? ഒന്ന്, ഇഫക്റ്റീവ്നെസ്, ആ ഒരു മരുന്നിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട്. രണ്ടാമത്തത് കോസ്റ്റ്, ആ ഒരു മരുന്നിന്റെ വില എത്രയാണ്. മൂന്നാമത്തത് നീഡ് ഫോർ ദ ഈച്ച് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ, ഓരോ ഹോസ്പിറ്റലും ആ മരുന്നിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കമ്മിറ്റി ഒരു ഡ്രഗിനെ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എന്തൊക്കെ കാര്യങ്ങളാണ് 3 ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒരു കമ്മിറ്റി ഒരു മെഡിസിനെ, ഒരു ഡ്രഗിനെ സെലക്ട് ചെയ്യുന്നത് 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഏതൊക്കെയാണ് ആ 3 ഘടകങ്ങൾ? ഒന്ന്, ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഡ്രഗ്, ഡ്രഗിന്റെ ഫലപ്രാപ്തി. ഓക്കെ. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ദ ഡ്രഗ്, ആ ഡ്രഗിന്റെ പ്രൈസ്. ഓക്കെ, ഇതെല്ലാം. മൂന്നാമത്തത് എന്താണ്? ഓരോ ഹോസ്പിറ്റലിലും ഈ മരുന്നിന്റെ ആവശ്യകത. ഓക്കെ, നീഡ് ഫോർ ദ പെർട്ടിക്കുലർ മെഡിസിൻ, ആ ഒരു മെഡിസിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്. ഈ പറയുന്ന 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കമ്മിറ്റി ഡ്രഗിനെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ശരി. എന്താണെന്നറിയാമോ, എനിക്ക് ഇന്ന് ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു വേറൊരു ബാച്ചില്. അപ്പോ ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ക്ലാസ് വന്നത്. അപ്പൊ ഭയങ്കര സ്ട്രെയിൻ തന്നെ, അടുപ്പിച്ച് വരുമ്പോഴേ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒട്ടും ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരിക. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കും, ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോഴാണ് നമുക്കൊരു സുഖവും. ഓക്കെ, അപ്പൊ ഞാൻ ഹോസ്പിറ്റൽ ഫോർമുലറി ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വേണ്ടത്ര ഉദ്ദേശിച്ച രീതിയിലേക്കൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല, സ്ട്രെയിൻ വരുന്നതാണ് കേട്ടോ.
ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ലിസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ്, അതിനെയാണ് നമ്മൾ ഫോർമുലറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഫോർമുലറി തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റിയാണ്. ഓക്കെ, അതിന്റെ പ്രാധാന്യം നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 3ഉം 4ഉം പോയിന്റിനാണ് നിങ്ങൾക്ക് ചോദ്യം വരാനായിട്ട് സാധ്യത. 3ാമത്തെ പോയിന്റ് പറഞ്ഞിട്ട് വേറൊന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു ഫോർമുലറി ഇങ്ങനെയാണ് ഒരു ഡോക്ടറിനെ സഹായിക്കുന്നത്. എങ്ങനെയാ സഹായിക്കുന്നത്? ഒരു ഡോക്ടറിന് ഒരു രോഗിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ മരുന്ന് അവിടെ ലഭ്യമാണോ, അല്ലെങ്കിൽ ഈ രോഗത്തിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട മരുന്നുകൾ ഫാർമസിയിൽ ലഭ്യമാണോ എന്നറിയാൻ സഹായിക്കുന്നത് ആ ഒരു ഫോർമുലയാണ്. അത് മാത്രമല്ല, ആ രോഗിയുടെ ശരീരത്തിൽ മറ്റു മരുന്നുകളുമായിട്ട് ഇടപെടലുകൾ മൂലം അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ ഒന്നും തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഒരു ഡോക്ടർക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഫോർമുലറി ഒരുപാട് സഹായിക്കും. മനസ്സിലായല്ലോ? അത്രയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ കമ്മിറ്റി ഈ പറയുന്ന ഒരു മെഡിസിൻസിനെ സെലക്ട് ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്തിട്ടാണ് ഈ ഫോർമുലറിക്ക് അത് ഉൾപ്പെടുത്തുക. അപ്പൊ എന്തിന്റെ ബേസിലാണ് ഈ മെഡിസിൻ അവർ സെലക്ട് ചെയ്യുന്നത്? ഒന്നാമത്തത് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഡ്രഗ്, ആ ഡ്രഗിന്റെ ഫലപ്രാപ്തി. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ദ ഡ്രഗ്, ആ ഡ്രഗിന്റെ വില. മൂന്നാമത്തത് നീഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡ്രഗ്, ആ ഒരു ഹോസ്പിറ്റലില് ആ ഒരു ഡ്രഗിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്. ഈ പറയുന്ന 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കമ്മിറ്റി ഒരു ഡ്രഗിനെ തെരഞ്ഞെടുത്ത് ആ ഒരു ഫോർമുലയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് ഇത്രയും നമുക്ക് എടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാമ്പിംഗ് ആണ് കേട്ടോ പറഞ്ഞത്. സ്റ്റാമ്പിംഗിൽ 2 പോയിന്റ്സ് നമ്മൾ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക കേട്ടോ. 2 പോയിന്റ്സ് നിങ്ങൾ ഓർത്താൽ മതി. അതായത് ഈ പറയുന്ന ഫാർമസിയുടേതായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളെല്ലാം രൂപീകരിക്കുന്നതിനുമായിട്ട് ഒരു കമ്മിറ്റി ഇവിടെയുണ്ട്. ആ ഒരു കമ്മിറ്റിനെയാണ് നമ്മൾ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ചുരുക്കി DTC എന്നാണ് കേട്ടോ പറയുന്നത്. ചുരുക്കി DTC എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഫാർമസിസ്റ്റുകളാണ് ഫാർമസിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്പർ ഓഫ് ദ റിക്വയർമെന്റ് ഓഫ് ദ ഫാർമസിസ്റ്റ്. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്ത്. ഓക്കെ, ബെഡ് സ്ട്രെങ്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് ഫാർമസിസ്റ്റുകളുടെ എണ്ണം ഒരു ഹോസ്പിറ്റലിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടേമിനർക്കോളം ബൈ ഹാർട്ട് ചെയ്യണം. അപ് ടു 50 ബെഡ്സ് വരെയാണെങ്കിൽ, 50 ബെഡ് വരെയാണെങ്കിൽ, ഒരു ബെഡ് സ്ട്രെങ്ത് 50 വരെയാണെങ്കിൽ 3 ഫാർമസിസ്റ്റുകൾ, 100 വരെയാണെങ്കിൽ 5, 200 ആണെങ്കിൽ 8, 300 വരെയാണ് ബെഡ് സ്ട്രെങ്ത് എങ്കിൽ 10, 500 വരെയാണ് ബെഡ് സ്ട്രെങ്ത് എങ്കിൽ 15 കേട്ടോ. അത് ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഈ പറയുന്ന ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. അതും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത ഇങ്ങനെയാണ്. ക്വാളിഫിക്കേഷൻ ആവും ചോദിക്കുക. ചീഫ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ ഒരു ഫ്ലോ ചാർട്ടിനകത്ത് ഏറ്റവും ടോപ്പിൽ ഡയറക്ടറാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ വരുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. യോഗ്യത M.Pharm ആണ്. അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് നിരവധി ഫാർമസിസ്റ്റുകളുണ്ട്. അവര് ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ ആണ്. മാർട്ടിൻ ഫിസിഷ്യൻ തന്നെയാണ്, ഒരു ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ തന്നെ, മെഡിക്കൽ ഡയറക്ടർ. ഹീസ് എ ഡോക്ടർ, ഫിസിഷ്യൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ചീഫ് ഫാർമസിസ്റ്റ് വരുന്നത്. അദ്ദേഹത്തിന്റെ യോഗ്യത M.Pharm ആണ് കേട്ടോ. പിന്നെ അവരുടെ അണ്ടറിൽ നിരവധി ഫാർമസിസ്റ്റുകൾ വരുന്നുണ്ട്. ഒന്ന് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിസ്റ്റ്, യോഗ്യത B.Pharm ആണ് കേട്ടോ, ബാച്ചുലർ ഓഫ് ഫാർമസി. പിന്നെ മെഡിക്കൽ സ്റ്റോർ ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിസ്റ്റ്, അദ്ദേഹത്തിന്റെ യോഗ്യത കൊടുത്തിട്ടില്ല, പക്ഷെ B.Pharm ആയിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഡിസ്പെൻസിംഗ് ഫാർമസിസ്റ്റുകളാണ്, 2 പേര്, യോഗ്യത B.Pharm അല്ലെങ്കിൽ B.Pharm. ലാസ്റ്റ് വരുന്നത് ക്വാളിറ്റി കൺട്രോളിലുള്ള ഫാർമസിസ്റ്റ് ആണ്, അവരുടെ യോഗ്യത M.Pharm ആണ്. ക്ലിയർ ആണല്ലോ? പിന്നെ ഈ പറയുന്ന DTCക്കകത്ത് വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? DTCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്പർവൈസറും സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റുകളുമായിരിക്കും. ക്ലിയർ ആണല്ലോ? പിന്നെ ഫങ്ഷൻസ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ചോദിച്ചാൽ
എനിക്ക് ഭയങ്കര സ്ട്രെയിൻ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.